ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു നെയിമിംഗ് സെറമണി ബോക്സ് ഉണ്ടാക്കൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ 4 ഇഞ്ച് തിക്നെസ് വരുന്ന ഫോം ബോർഡ് ഷീറ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ്ലി തന്നെ ബേബിയുടെ പ്രിന്റ് എടുത്തിട്ടുള്ള ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ലവ് ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ലവിൻ്റെ ഷേപ്പിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് ഒന്ന് വരച്ചതിന് ശേഷം ലവിൻ്റെ ഷേപ്പിൽ വരച്ചതിന് ശേഷം അതിന് മീതെ കൂടെ കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇതുപോലെ ലവിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഡയറക്റ്റായിട്ട് കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം വന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമുക്കതിനൊന്ന് ലവിൻ്റെ ഷേപ്പാക്കി സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതാ ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഷീറ്റിൽ നിന്ന് നമ്മുടെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു ബോക്സ് ആക്കാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്ന പാർട്സ് കട്ട് ചെയ്തെടുക്കാം. തെർമോക്കോൾ ബബിൾസിൻ്റെ പാക്കറ്റ് കുറച്ചേ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു പാർട്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എനിക്കിവിടെ ബേബിയുടെ ഫോട്ടോ പ്രിൻ്റ് സ്റ്റുഡിയോയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വാങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിന് നീളം സ്വല്പം കൂടിപ്പോയത് കൊണ്ട് തന്നെ ആ ഒരു ലവിൻ്റെ ഷേപ്പും എനിക്ക് അത്യാവശ്യം നീളത്തിന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിന് തന്നെ ബേബിയുടെ ഫോട്ടോയും എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വാങ്ങാൻ നോക്കാം. നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാലൻസ് പാർട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ പാർട്സുകൾ കറക്റ്റിന് ഒട്ടിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കറക്റ്റ് ലവ് ഷേപ്പിന് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ തെർമോക്കോൾ ബബിൾസ് താഴേക്ക് വീഴേണ്ടത്. അപ്പോൾ ഇതുപോലെ ഷേപ്പിന് നമ്മൾ കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കവറിങ് ആണ്. ഈ ഒരു ബോർഡ് കവർ ചെയ്യണം. ഈ ഒരു ബോക്സ് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. വെറും 20 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ഈ ഒരു കവർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു കവർ ഷീറ്റും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് വിടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് തെർമോക്കോൾ ബബിൾസ് നിറച്ചു കൊടുക്കാം ഇതിനകത്തേക്ക്. ഇതുപോലെ ഫുള്ളായിട്ട് ബോക്സിനുള്ളിൽ തെർമോക്കോൾ ബബിൾസ് നിറച്ചതിന് ശേഷം ഡബിൾ സൈഡിൻ്റെ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു താഴ്ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഒട്ടിക്കലും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.